എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ശനിയാഴ്ച നടക്കുന്ന അറ്റൻഡർ എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളിലെ ശ്വസനവാതകം ഓക്സിജൻ. സസ്യങ്ങളിലെ ശ്വസനവാതകം ഓക്സിജൻ. ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. സങ്കര ഇനം വെണ്ടയാണ് സൽകീർത്തി. സങ്കര ഇനം വെണ്ടയാണ് സൽകീർത്തി. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം മുതിര. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം മുതിര. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ സി. വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ്. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യ അവയവമാണ് വൃക്ക. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യ അവയവമാണ് വൃക്ക. വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടൽ. നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനെ സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് വെബറൈനർ. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. പ്രാഥമിക വർണ്ണം ഏതൊക്കെയാണ്? ചുവപ്പ്, നീല, പച്ച. പ്രാഥമിക വർണ്ണങ്ങൾ ഏത്? ചുവപ്പ്, നീല, പച്ച. ഇതിൽ അല്ലാത്തതെന്നാണ് ചോദ്യം. നമുക്ക് ഉള്ളത് പഠിക്കാം. പ്രാഥമിക വർണ്ണമാണ് ചുവപ്പും നീലയും പച്ചയും. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ഉള്ള ശബ്ദത്തിൻ്റെ വേഗമാണ് 340 മീറ്റർ/സെക്കൻഡ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ഉള്ള ശബ്ദത്തിൻ്റെ വേഗം എത്ര? 340 മീറ്റർ/സെക്കൻഡ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം. രാസോർജം വൈദ്യുതോർജമാകുന്ന ഒരു ഉപകരണമാണ് ബാറ്ററി. രാസോർജം വൈദ്യുതോർജമാകുന്ന ഒരു ഉപകരണമാണ് ബാറ്ററി. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം. ഏതു ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടത്? ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ലോകസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായമാണ് 25 വയസ്സ്. ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 3. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേങ്ങാനൂർ. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26. 2002 ജനുവരി 26. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? KP കേശവമേനോൻ. KP കേശവമേനോൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളിയാണ് C. ശങ്കരൻ നായർ. C. ശങ്കരൻ നായർ. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? K. കേളപ്പൻ. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനിയാണ് K. കേളപ്പൻ.
വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാനാണ് മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥയ്ക്ക് നേതൃത്വം മന്നത്ത് പത്മനാഭൻ. വി.ടി. ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി. വി.ടി. ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം 1925. ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങൾ 1920, 25, 27, 34, 37. 1920, 1925, 1927, 1934, 1937. സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആര്? ചട്ടമ്പി സ്വാമികൾ. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ സഹോദരൻ അയ്യപ്പൻ. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ശ്രീനാരായണ ഗുരു. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നിലവിൽ വന്നത് 1953. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല വ്യവസായം. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു? വി.കെ. കൃഷ്ണമേനോൻ. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബാലഗംഗാധര തിലക് മറാത്ത ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. മറാത്ത ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാൽ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാൽ. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്ക. 1906 അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്ക. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേൽ. 1928 ബർദോളി സത്യാഗ്രഹം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ സമ്മേളനം. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഏത് നദിക്കാണ്? ഗംഗ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി പാടിയത്? കൽക്കത്ത. സെന്റ് ആഞ്ചലോ കോട്ട ഏത് ജില്ലയിലാണ്? കണ്ണൂർ. സെന്റ് ആഞ്ചലോസ് കോട്ട ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ദേശീയ തലത്തിൽ അഴിമതികൾ തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ചോർച്ച ദാദാഭായ് നവറോജി. രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ചത്? മസ്ദൂർ ശക്തി സംഗതൻ. മസ്ദൂർ ശക്തി സംഗതൻ. ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25. ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയ വർഷം 1942. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തതാണ് പോറ്റി ശ്രീരാമലു.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗങ്ങളാണ് KM പണിക്കർ, HN കുൻസ്രു, ഫസൽ അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വാഞ്ചി അയ്യരാണ്. വാഞ്ചി അയ്യർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ബാലഗംഗാധര തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് പറഞ്ഞത് ആരാണ്? വാലന്റൈൻ ഷിറോൾ. ബാലഗംഗാധര തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരനാണ് വാലന്റൈൻ ഷിറോൾ. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗക്കാരാണ് സാന്താളുക്കൾ. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. അമൃത ഷേർഗിൽ പ്രശസ്തയായത് ഏത് രംഗത്താണ്? ചിത്രരചന. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. 1865. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെറായി. താഴെ പറയുന്നവയിൽ കാവേരി നദിയുടെ പോഷക നദി അല്ലാത്തത് പമ്പ. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, പാമ്പ, ഭവാനി. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അരയ സമാജം സ്ഥാപിച്ചതാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കാണ്ട്ല. മൗലിക അവകാശങ്ങൾ പെടാത്തതാണ് സ്വത്തവകാശം. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്. 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി VK കൃഷ്ണമേനോൻ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉരുക്ക് നിർമ്മാണശാല ദുർഗാപൂർ. തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത് UK കുമാരൻ. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിനായാണ് സവർണജാഥ നടത്തിയത്? വൈക്കം സത്യാഗ്രഹം. സവർണജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് മുതിരമ്പുഴയിൽ 1940. കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കേരളപ്പിറവി ദിനം 1956 നവംബർ 1. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത് പീഠഭൂമി. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ വരുന്നതാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖയാണ് 82.5 ഡിഗ്രി കിഴക്ക്. 82.5 ഡിഗ്രി കിഴക്ക്. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? മരുഭൂമിയാണ്. ഭാരതീയർ പുണ്യനദിയായി കണക്കാക്കുന്ന നദിയാണ് ഗംഗ. അർദ്ധശാസ്ത്രത്തിന്റെ കർത്താവാണ് ചാണക്യൻ. അർദ്ധശാസ്ത്രത്തിന്റെ കർത്താവാണ് ചാണക്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് റാഡ്ക്ലിഫ്. റാഡ്ക്ലിഫ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര്? VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര്? VP മേനോൻ. കേരളത്തിൽ വാഗൺ ട്രാജഡി നടന്ന സ്ഥലം ഏത്? കേരളത്തിൽ വാഗൺ ട്രാജഡി നടന്ന സ്ഥലം ഏത്? തിരൂർ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പേരാണ് ചേരി ചേരാ നയം.
ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖലയാണ് കൃഷി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു കൃഷി. റിസർവ് ബാങ്കിന്റെ ചുമതലകളിൽ പെടാത്തത് ഏത്? കാർഷിക വായ്പകൾ. റിസർവ് ബാങ്കിന്റെ ചുമതലകളാണ് നോട്ട് അച്ചടിച്ചിറക്കൽ, ഗവൺമെന്റിന്റെ ഉപദേഷ്ടാവ്, ബാങ്കുകളുടെ ബാങ്ക്. ജനങ്ങളിൽ സാമ്പത്തിക ശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ്. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? മൗലിക അവകാശങ്ങൾ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം 10 രൂപ. സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഗാർഹിക പീഡന നിരോധന നിയമം. ഇൻഡിഗോ എന്ന യാത്രാവിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി ആര്? മെഗസ്തനീസ്. കൈലാഷ് സത്യാർത്ഥി, മലാല യൂസഫ്സായ് എന്നിവരുടെ പ്രവർത്തന മേഖലകളിൽ പൊതുവായത് ഏത്? അവകാശങ്ങൾ. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അക്ബർ രൂപം കൊണ്ട മതമാണ് ദിൻ ഇലാഹി. ഒരാറ്റത്തിലെ K ഷെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ തിരിച്ച് വർഗീകരിച്ചത് അന്റോയിൻ ലവോസിയാണ്. ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും മൂലകങ്ങളെ വർഗീകരിച്ചത് അന്റോയിൻ ലവോസിയെ. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിൽ? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. അജിനോമോട്ടോ എന്ന വസ്തുവിന്റെ ശരിയായ പേരെന്ത്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അജിനോമോട്ടോയുടെ പേരാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഒരു ഉപകരണത്തിന്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? പവറിന്റെ യൂണിറ്റാണ് വാട്ട്. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? നീല. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം പ്ലവക്ഷമ ബലം. രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതു തരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? 46 എണ്ണം. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? 46 എണ്ണം. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിയാണ് ക്യൂണിക്കൾച്ചർ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് കോളറ. എയ്ഡ്സും ചിക്കൻ ബോക്സും ഡെങ്കിപ്പനിയും ഒക്കെ വൈറസ് രോഗമാണ്. ലോക പ്രമേഹ ദിനം എന്ന്? നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. വംശനാശം സംഭവിച്ച ഒരു ജീവി ഇനമാണ് ക്വാഗ. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയം. ഡോട്ട്സ് ക്ഷയത്തിനുള്ളതാണ്. കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് പേപ്പാറ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് 9 മുതൽ 11 mg/100 ml. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? വാൻഗാരി മാതായി. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? ശ്വേത രക്താണുക്കൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാസർഗോഡ്. മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ലൂയി പാസ്റ്റർ. കണ്ണിന്റെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന രോഗമാണ് തിമിരം. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്ന ഏത് രോഗത്തിനാണ്? പോളിയോ. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ ഏത്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ.
പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം സിലിക്ക. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം സിലിക്ക. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായു. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിൻ്റെ കണം ഇലക്ട്രോൺ. ഇരുമ്പിൻ്റെ പ്രധാന അയിര് ഹേമറ്റൈറ്റ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനമാണ് നീതി ആയോഗ്. 2012 ആരംഭിച്ച് 2017 അവസാനിച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊണ്ട സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണം നിലവിൽ വന്ന വർഷം 1993. വിമോചന സമരം നടന്ന വർഷം 1959. വിമോചന സമരം നടന്ന വർഷം 1959. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിലെ ചക്രവർത്തിയായി നിയമിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? 24. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ ഇൻ ലായ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്. ഇതിൽ ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്? കൽപ്പാക്കം കർണാടകം. ശരിയായത് നമുക്ക് നോക്കാം. താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൈഗ കർണാടകം. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. സൈലന്റ് വാലി പാലക്കാടാണ്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കരാണ്. കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കർ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി.